പ്രിയമുള്ളവരെ, കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കലാഭവൻ നവാസിൻ്റെ 1-2 വീഡിയോയ്ക്ക് താഴത്ത് വന്ന കമൻ്റാണിത്. പരലോക വിജയവും പരാജയവും അവിടുന്ന് തീരുമാനിക്കുന്ന ചില ആളുകൾ. ആരാണ് ഇതിന് നമുക്ക് അധികാരം തന്നിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായി സൃഷ്ടിച്ച നമുക്ക് ഒരിക്കലും തന്നെ റബ്ബിൻ്റെ തീരുമാനങ്ങളിൽ പറയാൻ കഴിയില്ല. ഏത് രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല, ഒരു മഖലൂക്കിനും കഴിയില്ല. പക്ഷേ നമ്മൾ പറയുകയാണ്, എന്തിനാണ് അവനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ആ നവാസിന് വേണ്ടി ദുആ ചെയ്യുന്നത്? മിമിക്രി കാണിച്ച് സ്റ്റേജ് ഷോ നടത്തിയവനല്ലേ? പാട്ട് പാടി നടന്നവനല്ലേ? മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചവനല്ലേ? അതുപോലെ തന്നെ സമൂഹത്തിന് മുമ്പിൽ സിനിമയിലൊക്കെ അഭിനയിച്ച് മോശം പ്രവണതകൾ സമൂഹത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി ഒരു കാരണമായവനല്ലേ എന്ന് പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല. സംഭവം ശരിയാണ്, ഇസ്ലാം ചില കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്, അത് ഉസ്താദന്മാർ പറയുന്നുണ്ട്. പക്ഷേ അത് എതിര് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പവും റബ്ബിനെ മറക്കാതെ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഏതൊരു മനുഷ്യൻ മരിച്ചാലും, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ മരിച്ച ആ ഒരു മയ്യത്തിന്, ആ മനുഷ്യ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കണം. വലക്കത് കറംനാ ബനി ആദമ, ആദ്യ സന്തതികളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ നമ്മെ പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് അടിമകളായ നമ്മളും അതുതന്നെയാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മൾ അതുതന്നെയാണ് ചെയ്യേണ്ടത്. റബ്ബിനെ അനുസരിക്കുന്ന ഒരടിമ അങ്ങനെയാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കണ്ടല്ലോ. അവിടുന്ന് റസൂലുള്ളാഹി എണീറ്റ് നിന്നില്ലേ? എന്നിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബി അതൊരു ജൂതൻ്റെ മയ്യത്തല്ലേ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതൊരു മനുഷ്യനാണെന്നാണ് അല്ലേ? ആ ഒരു മാനുഷിക പരിഗണനയുണ്ട്, അത് നമ്മൾ കൊടുക്കണം. മാത്രമല്ല, ഈ നവാസിനെ കുറിച്ച് തന്നെ 100 ആളുകൾക്ക് 1000 വാക്കുകൾ പറയാനുണ്ട്. അവിടുത്തെ നന്മയും അവിടുത്തെ ജീവിതത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്തൊരു മതപണ്ഡിതനുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പള്ളിയിലേക്ക് വന്നാൽ അദ്ദേഹം അവിടുന്ന് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോകാറുള്ളത്. അങ്ങനെ ചില നന്മകൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആ മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കാം, റബ്ബിൻ്റെ മുമ്പിൽ നന്മയിലേക്ക് എത്തിക്കാം. ഈ പറയുന്ന ആളുകളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചതുപോലെ വീണ്ടും ചോദിക്കാം, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ കള്ളു കുടിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ വ്യഭിചരിക്കുന്നുണ്ടായിരിക്കില്ല, സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരിക്കില്ല, മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല, പാട്ടുകൾ പാടുന്നുണ്ടായിരിക്കില്ല, സ്റ്റേജ് ഷോയിൽ അഭിനയിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും, ഇതെല്ലാം ചെയ്യുന്ന ഒരാളെക്കുറിച്ച് പല ആളുകൾ ദുആ ചെയ്യുന്നു മറ്റുമൊക്കെ കാണുമ്പോൾ, ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് കുശുമ്പും കുന്നായ്മയും ചെയ്ത് നടക്കുന്ന ചില ആളുകൾ, നിങ്ങൾക്ക് പാഠമായിട്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളൊന്ന് സ്വന്തം ഒന്ന് നഫ്സിനോട് ചോദിക്കുക, ഞാൻ സ്വർഗത്തിലാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന്. ഒരുപാട് നന്മകൾ ചെയ്തിട്ടും ഒരുപാട് നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും മാത്രം കാര്യമില്ല. പക്ഷെ അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ നോട്ടം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസിയാകുന്നത്, സ്വർഗാവകാശിയാകുന്നത്. നമ്മൾ ഹൃദയത്തിനകത്ത് ഈമാനുള്ള ഒരാൾക്ക് ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ മയ്യത്തിൻ്റെ നന്മകൾ പറയുമ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ചൊയുള്ള വാക്കുകൾ വരില്ല. ഓൻ അങ്ങനെ ജീവിച്ചവനല്ലേ, അവരിങ്ങനെ കാണിച്ചതവനല്ലേ എന്ന്. ഒരു മുസ്ലിമായി ജനിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ ദുആ ചെയ്യും. അവൻ്റെ പരലോകം വിജയിക്കാൻ നമ്മൾ ദുആ ചെയ്യണം, അത് ചെയ്തിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസിയാകുമോ? സ്വന്തം ഒന്ന് നമ്മുടെ നഫ്സിനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒരു മയ്യത്തിനോടും അപകീർത്തി സംസാരങ്ങൾ ഉണ്ടാകരുത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ 2 മനുഷ്യരുടെ കഥ. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ജീവിച്ചവനാണ്. ഒരു മനുഷ്യൻ തെറ്റിൻ്റെ വഴികളിലൂടെ എല്ലാ വഴികളും അടച്ച് നന്മയുടെ പക്ഷം മാത്രം ചേർന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആ നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ തെറ്റിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവനോട് പറയുന്നുണ്ട്, നീ നരകത്തിലാണ്, നീ തിന്മയുടെ പക്ഷം ചേർന്നവനാണ് എന്ന്.
ആ സമയത്ത് ഈ രണ്ടുപേരും മരിച്ചപ്പോൾ റബ്ബിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു രണ്ടുപേരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ നരകവും സ്വർഗവുമൊക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം തീരുമാനിച്ചതുകൊണ്ട്, ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട്, റബ്ബിൻ്റെ ആ പരിശുദ്ധ കൃപ കൊണ്ട്, ആ റഹ്മത്ത് കൊണ്ട് പാപങ്ങൾ ചെയ്ത മനുഷ്യനെ അള്ളാഹ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒറ്റ വാക്ക് കൊണ്ട് ഈ മനുഷ്യന് നരകം കൊടുത്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരുടെയും നരകവും സ്വർഗവും ഒന്നും നമ്മൾ തീരുമാനിക്കണ്ട. നന്മയുടെ പക്ഷം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അനുസരിക്കുന്നവർ അനുസരിക്കും. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യൻ എന്ത് ചെയ്തവനാകട്ടെ, അവൻ മുസ്ലിമാണ്, അവനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, പ്രാർത്ഥന നടത്തണം. അവൻ്റെ പാരത്രിക വിജയത്തിന് വേണ്ടി നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നാം വീണ്ടും പറയുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുപാട് അമലുകൾ ചെയ്ത് പൂച്ചയ്ക്ക് കെട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ ആ മനുഷ്യ സ്ത്രീക്ക് അള്ളാഹു താല അവിടുന്ന് നരകം കൊടുത്ത ചരിത്രം നമുക്കറിയാം. ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ പാപങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോയതും നമുക്കറിയാം. ഇതൊന്നും മറക്കരുത്, നമുക്ക് പാഠങ്ങളാണ്. ഇത് പറയുന്നതൊന്നുമല്ല, ഇനിയുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം പേരുകളുള്ള ഒരുപാട് കലാകാരന്മാർ. നമ്മളറിയാത്ത നന്മകളും നമ്മളറിയാത്ത പലതും അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ മരണസമയത്തൊന്നും ഇനി നമ്മളത് പറയാൻ നിൽക്കണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി നമ്മൾ ഏറ്റെടുക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബിനെ അനുസരിക്കുക എന്ന ഒരു ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.